respected Simon sir, respected teachers of OGOISS, and dear colleagues, my dear students. Actually, I am privileged to have an occasion to give you an introduction about your project work. This project is part and parcel of this Veda Pravin diploma course. So, there are two projects suggested for diploma course. One is, you call it project 1, and other is project 2. So I shall share a PowerPoint, simple PowerPoint here. So, able to share, sir? Yes. Are you able to share the presentation, sir? It is shared? Yeah, No. not shared, sir. Not shared. Not shared. Oh, yes. Yeah, it's coming. Yeah. Okay. Visible, sir. Visible. Yeah. That presentation. Yes, sir. Okay, right. You should attend an orientation. That is a project 1. You should attend an orientation course and prepare a report. That means, actually, you are provided with 4 orientation courses, and the link is also given to you. All links are given. So you have to attend those orientation classes. Anyone. Sorry to intervene, sir. Sir, majority of the students are from the Malayalam batch, so you can continue. Okay. Malayalam, I think rest of us can understand. So because it will help them also. Sir. Yeah. Okay, sir. അതായത് നമ്മുടെ വേദപ്രവീൺ ഡിപ്ലോമ കോഴ്സിന് നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിലുള്ള പഠനം അത് പ്രധാനമായ കാര്യമാണ്. അതിനും പുറമെ 2 മാനദണ്ഡങ്ങൾ കൂടെ ഉണ്ട്. വൺ ഈസ് പ്രോജക്റ്റ് 1 ആൻഡ് ദ അതർ ഈസ് പ്രോജക്റ്റ് 2. പ്രോജക്റ്റ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 ലിങ്ക് തന്നിട്ടുണ്ട് ക്ലാസ്സുകളുടെ. അപ്പോൾ ആ 4 ലിങ്കുകളുടെയും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്രീഫ് റിപ്പോർട്ട് എഴുതണം. അപ്പം സൈമൺ സാർ എനിക്ക് നിങ്ങളുടെ സംശയങ്ങൾ വായിച്ചു തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉൾക്കൊള്ളിക്കും ഈ വിശദീകരണത്തിനകത്ത്. ഒരു ക്ലാസ്സിൽ 4 പേര് ക്ലാസ് ഉണ്ട്. 1 ഓറിയന്റേഷൻ ക്ലാസ് contains 4 സ്പീക്കേഴ്സ് ആൻഡ് 4 ടോപ്പിക്സ്. ഇതെല്ലാം എഴുതണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറയട്ടെ, അത് വേണ്ട. നിങ്ങൾക്ക് ഒരു ആരുടെയെങ്കിലും ഒരാൾ ഒന്ന് മറീസ് ഫെറിച്ചിൻ്റെ സഭാചരിത്രപരമായ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഓറിയന്റേഷൻ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി 3-4 പേജിൽ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മതി. അല്ല, പാട്ടുകളെക്കുറിച്ചുള്ള മാത്യു കോശിച്ചൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ അത് മതി. എല്ലാം കൂടെ എഴുതി ഒത്തിരി ഇലാബറേറ്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോപ്പിൽ നിൽക്കുകയില്ല, പേജ് നമ്പർ നിൽക്കുകയില്ല. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് മുഴുവൻ അറ്റൻഡ് ചെയ്യും, പക്ഷേ ഒരെണ്ണത്തിന് റിപ്പോർട്ട് എഴുതിയാൽ മതി. പിന്നെ പലരും ചോദിച്ചിരിക്കുന്നത്, ഈ പ്രോജക്റ്റ് 1-ന് പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ഫോർമാറ്റിനെ കൂടി ചിന്തിക്കുകയും വേണ്ട. എപ്പോഴും നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും, അതിൻ്റെ ടോപ്പിക് എന്നാന്ന് എഴുതും. പിന്നെ ഈ കേസിൽ ആരുടെ ഓറിയന്റേഷൻ കോഴ്സാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഏത് ലിങ്കാണ് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് എഴുതണം. എങ്കിലേ വാല്യൂ ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ആരുടെ ക്ലാസ്സാണ്, പേഴ്സൺ എഴുതിയാലും ആരുടെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നുള്ള കാര്യം കൂടി എഴുതണം, സ്പെസിഫിക് ആയിട്ട് എഴുതണം. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും ഒക്കെ എഴുതുന്ന കൂട്ടത്തിൽ വിച്ച് ക്ലാസ് യു ഹാവ് അറ്റൻഡഡ് എന്നുള്ള കാര്യം കൂടെ സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് ഒരു നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ചിലർ ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഷുവർലി യു ക്യാൻ ഹാവ് ഇറ്റ് ടൈപ്ഡ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം കൈ കൊണ്ട് എഴുതണമെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ലല്ലോ. യു ക്യാൻ ടൈപ്പ് ഇറ്റ്. കൈ എഴുത്തൂടെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിട്ടുവീഴ്ച. Actually, it can be handwritten and typed. അങ്ങനെ ടൈപ്പ് ചെയ്ത ഫോർമാറ്റ് ആണെങ്കിൽ ഒരു 3 പേജ് നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ അതൊരു 4-5 പേജിലേക്ക് വന്നിരിക്കും. അതിൽ കൂടുതൽ വേണ്ട. ഈ ഓറിയന്റേഷൻ പ്രോജക്റ്റ് 1 ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടിന്
പ്രോജക്റ്റ് 1 അതിൽ കൂടുതൽ വേണ്ട ഒരു 3 if pages if typed and 3, 4, 5 pages if it is handwritten. ഒരു 5 പേജ് വരെ പോകാം, അതിൽ കൂടുതൽ അതും ആവശ്യമില്ല. ഇത് റിപ്പോർട്ടിന് ഒരു ഹെഡിങ് ആണ്, ഒരു ഹെഡിങ് ഉണ്ടാവണം, ഏത് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്ത് പറയണം. പിന്നെ തീർച്ചയായിട്ടും ഒരു എസ്സേ പോലെ എഴുതുമ്പോൾ പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതുമല്ലോ. സബ് ഹെഡിങ്സ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സബ് ഹെഡിങ്സ് കൊടുക്കുന്നത് വാല്യൂ ചെയ്യുന്നവർക്ക് വലിയ സൗകര്യമായിരിക്കും. നിങ്ങൾ കേട്ട ആശയങ്ങൾ നിങ്ങൾ സബ് ഹെഡിങ്സ് കൊടുത്തങ്ങ് എഴുതിയാൽ മതി. അല്ല, അതിൻ്റെ ഫോർമാറ്റിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ആ സ്പീക്കർ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് എഴുതിയാൽ മതി. കൂടുതൽ അഡീഷണൽ കാര്യങ്ങൾ ചേർക്കാമോ എന്ന് ആരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് സമ്മറി എഴുതുമ്പോൾ അഡീഷണൽ പോയിന്റ്സ് ഒന്നും വേണ്ട. ആ ക്ലാസ്സിൽ നിൽക്കുന്ന പരിമിതിക്ക് നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ റിപ്പോർട്ട് എഴുതിയാൽ മതി. ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തുക, അത് മാത്രം മതി. ഓക്കെ. പിന്നെ പ്രോജക്റ്റ് 2 ആണ്. ഇപ്പം പ്രോജക്റ്റ് 1നെ കുറിച്ച് പ്രത്യേക സംശയമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. That is a simple thing. Just attend an orientation course, class, write a brief report, 3 pages if typed, maximum 5 pages if handwritten. That's so. ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഒരു ഹെഡിങ് ഉണ്ടാവണം, സബ് ഹെഡിങ്സ് ഉണ്ടാവാം, പാരഗ്രാഫായിട്ട് തിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫോർമാറ്റിനേക്ക് നിങ്ങൾ ബോധർ ചെയ്യുകയേ വേണ്ട. അടുത്തത് പ്രോജക്റ്റ് 2 ആണ്. ഇതാണ് അല്പം കൂടി ഗൗരവമുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത്. യു ഹാർ ഗിവൺ 12 ടോപ്പിക്സ്. 12 ടോപ്പിക്സ് നിങ്ങൾ തന്നിട്ടുണ്ട് സൈമൺ സാർ തന്നിട്ടുണ്ടല്ലോ. 12 ടോപ്പിക്സ് ഈ പ്രാവശ്യം പ്രത്യേകിച്ചും അത് പുതുമയുള്ള ടോപ്പിക്സ് ആണ്. അത് നന്നായി, വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വയമായി ചിന്തിച്ച് എഴുതാൻ പറ്റും, അത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 12 ടോപ്പിക്കും വായിച്ചിട്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ തോന്നാം. നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. എൻ്റെ BDക്ക് ഞാൻ ചെയ്യുമ്പോൾ തിസീസ് കൊടുക്കണം. തിസീസ് വലിയ തിസീസാണ്, പുസ്തകമായിട്ട് കൊടുക്കണം, ബുക്കായിട്ട് കൊടുക്കണം. തിസീസിന് എനിക്ക് അന്ന് എൻ്റെ കോളേജിലെ അധ്യാപകർ ചോദ്യം ഉണ്ടായിരുന്നു. മരണാനന്തര അവസ്ഥ എങ്ങനെ ഇരിക്കൂടാ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ഞങ്ങളുടെ സാറന്മാർ തന്നെ മരിച്ചു കഴിഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു അസ്. അപ്പോൾ എനിക്കതിൽ ആ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് എൻ്റെ പ്രോജക്റ്റ് അതായിരുന്നു, സിറ്റുവേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത്. അതായത് BDക്ക് എൻ്റെ ടോപ്പിക്ക്. ഗ്രിഗോറിയസ് തിരുമേനി ആയിരുന്നു, അന്ന് അച്ഛനായിരുന്നു. എൻ്റെ ഗൈഡ് ഗ്രിഗോറിയസ് തിരുമേനി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ദമത്രിയോസ് തിരുമേനി ഒക്കെ ഞാൻ പോയി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ടോപ്പിക്, ഒരു ഓപ്ഷൻ എടുക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു ഗൈഡ് വേണം നിങ്ങൾക്ക്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറോ നിങ്ങൾക്കറിയാം പരിചയത്തിലുള്ള ഒരു അച്ഛനോ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സമ്മതനായ ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഷുഡ് ബി എ ഗൈഡ്. ആ ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയമായിട്ട് താല്പര്യമുള്ള ആളായിരിക്കും വേണം. നിങ്ങളൊരു വിഷയം തിരഞ്ഞെടുത്തല്ലോ, ആ വിഷയം അപ്രൂവ് ചെയ്യുന്നൊരു ഗൈഡാണെങ്കിലേ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെ പിന്നെ ഗൈഡിൻ്റെ അഭിപ്രായം ആരാഞ്ഞാൽ ഗൈഡ് നിങ്ങൾ കൂടെ ഒരുമിച്ചിരുന്ന് ടോപ്പിക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നയാൾ തന്നെ ഗൈഡ് വേണം, ഇന്ന അച്ഛൻ വേണം, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുക ഇന്ന മാം വേണം നിങ്ങൾക്ക് ഗൈഡായിട്ട്, എങ്കിൽ ആ ആളുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാത്രമേ ടോപ്പിക് എടുക്കാവൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ യു ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ട് എ ഗൈഡ് ആൻഡ് എ ടോപ്പിക്. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് അഡ്വൈസസ് ഫ്രം ദ ഗൈഡ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൈഡ് ആണ് നിങ്ങളെ ആക്ച്വലി ഗൈഡ് ചെയ്യേണ്ടത്, നിങ്ങളെ ഗൈഡ് ചെയ്യും. ചിലർ ചോദിച്ചിട്ടുണ്ട് റെഫറൻസ് എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്ത് നിങ്ങൾ ഗൈഡിന് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നിങ്ങളുടെ ഗൈഡെന്ന് പറഞ്ഞാൽ അധ്യാപകൻ അല്ലെ പുരോഹിതൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ലിങ്ക് നോക്കുക, ഇന്ന സൈറ്റ് നോക്കുക, ഇന്ന പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് അപ്പം ഗൈഡാണ് നിങ്ങളെ ആ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ ഗൈഡ് ചെയ്യേണ്ടത്. ഗൈഡ് ഈസ് ടു ഗൈഡ് യു ഇൻ ദ പ്രോജക്റ്റ് 2. വീണ്ടും ചിന്തിക്കുക, പ്രോജക്റ്റ് 1 ഈ പ്രൊസീജിയർ ഒന്നുമില്ല. ദാറ്റ് ഈസ് സോ സിമ്പിൾ. പ്രോജക്റ്റ് 2 ഗൗരവമുള്ളതാണ്. ടേക്ക് അഡ്വൈസ് ഫ്രം ദ ഗൈഡ്. എന്നിട്ട് പിന്നെ ഗൈഡ് പറയുന്നതനുസരിച്ച് പുസ്തകങ്ങളും വെബ്സൈറ്റും ലിങ്കുകളും ഒക്കെ വായിച്ച് നിങ്ങൾ ആവശ്യമായ ആശയങ്ങളെല്ലാം ശേഖരിക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇപ്രായം തന്നിരിക്കുന്ന ചില ടോപ്പിക്സ്, അതായത് ഡിജിറ്റൽ
കുടുംബ ബന്ധങ്ങളും അങ്ങനെ വിഷയമുണ്ടല്ലോ. ഡിജിറ്റൽ മാധ്യമങ്ങളും കുടുംബ ബന്ധവും അത് വളരെ കറണ്ടായ ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് ബുക്സ് അല്ല അതിനേക്കാൾ ഉപരി നിങ്ങൾ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് നിങ്ങൾ ഉത്തരം ശേഖരിച്ചാൽ വീടുകളിൽ നിങ്ങൾക്ക് ഡേറ്റ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവൻ ക്വസ്റ്റ്യനെയർ കൊടുത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതിയാകാം പ്രോജക്റ്റ്. കാരണം പല വീടുകൾ നമ്മൾ സന്ദർശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റൽ വേൾഡ് അവിടെ ബാധിക്കുന്നത്. അപ്പം ചിലർ പറഞ്ഞു, അയ്യോ എൻ്റെ കൊച്ചിന് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കൊടുത്തേ പറ്റൂ, ദറ്റ് ഇസ് ഡിസഡ്വാൻറ്റേജ് നാവും എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വേറൊരു രക്ഷകർത്താവ് പറയും, ഫോൺ ആ കുട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഭയങ്കര ബഹളമാണ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടാവും. ടി വി പഠിക്കുന്ന സമയത്ത് ഓഫ് ചെയ്താൽ ബഹളം ഉണ്ടാകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ കുട്ടിയുടെ പ്രാർത്ഥിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം എങ്ങനെ അഫക്റ്റഡ് ആകുന്നു എന്ന് നിങ്ങൾക്കൊരു ചോദ്യാവലി ഇവിടെ കണ്ടുപിടിക്കാം. എൻ്റെ റിസർച്ച് ഡോക്ടറേറ്റ് എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യാവലി ഇങ്ങനെ പലരും കൊടുക്കേണ്ടി വന്നു എൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. എൻ്റെ വിഷയം എങ്ങനെ നമ്മുടെ ആരാധന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിഷയം. ഓക്കെ, വേറെ ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ, സൺഡേ സ്കൂളിൽ ഓർത്തഡോക്സ് വിശ്വാസം പഠിപ്പിക്കൽ, വെല്ലുവിളികളും രീതികളും. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം, പല നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. അപ്പം ഞാൻ ഒരു മെത്തഡോളജി പറഞ്ഞെന്നുള്ളേ ഉള്ളേ. അപ്പോൾ പുസ്തകങ്ങൾ റെഫർ ചെയ്യുക, ഇങ്ങനെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിസർച്ചിൻ്റെ തീസീസിൻ്റെ ഒരു വ്യാപ്തി അങ്ങ് വർദ്ധിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ക്ലാസ് ടീച്ചറിന് ഫൈനൽ, ഇപ്പോൾ നമ്മൾ ഡേറ്റ് വെച്ചിരിക്കുന്നത് 31 ഓഗസ്റ്റ് ആണ്. അതിന് മുമ്പായിട്ട് ക്ലാസ് ടീച്ചർക്ക് ഒരു സമ്മറി, നിങ്ങളുടെ പ്രോജക്റ്റിന് എന്തെല്ലാം ആശയങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്ന രീതിയിൽ സിനോപ്സിസ് എന്ന് പറയും, ഒരു സിനോപ്സിസ്, ഒരു സമ്മറി കൊടുക്കുക. ഇന്ന പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ സമ്മറി കൊടുക്കണം. കാരണം ആ ടീച്ചർ, അയ്യോ ഇതൊന്നും പോരണ്ട മക്കളെ, കുറേ കൂടെ വായിക്കേണ്ട, ഒരു പുസ്തകം വായിച്ചാണ് എഴുതുന്നത്. ചിലർക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ ദിവ്യബോധത്തിൽ ഞാൻ ബന്ധപ്പെടുമ്പോഴുണ്ട്, അവർ തീസിസ്, ഗ്രാജുവേഷന് തീസിസ് വേണം. ഏതെങ്കിലും പുസ്തകം വായിച്ച് സമ്മറി എങ്ങനെ വെക്കും. ദാറ്റ് ഈസ് നോട്ട് എ തീസിസ്, അതല്ല ചെയ്യേണ്ടത്. അപ്പം പല റെഫറൻസ് ഉണ്ടാവണം. അപ്പം ബുക്സ് വായിക്കണം, ജേർണൽസ് വായിക്കണം, ലിറ്ററാർജിക്കൽ ബുക്സ് വായിക്കേണ്ടി വരും. ഇവിടെ ഓർത്തഡോക്സ് ദൈവശാസ്ത്ര വിശുദ്ധ മറിയാത്തിൻ്റെ പങ്ക് എന്നൊരു വിഷയമുണ്ട്, സെൻറ്റ് മേരീസ് റോൾ ഇൻ ഓർത്തഡോക്സ് തിയോളജി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലിറ്ററാർജിക്കൽ ബുക്സ് നോക്കേണ്ടി വരും. മറ്റ് പല വേദശാസ്ത്ര പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ ലിറ്ററാർജിക്കൽ ബുക്സും ആവശ്യം വരും. ഇൻ്റർവ്യൂ നടത്താം നിങ്ങൾ കേട്ടോ, ഈ വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്. ഇപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഇതെല്ലാത്തിനും വെറൈറ്റി മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാവുന്ന കുറേ ലിസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അതായത് വിഷയം ഞാൻ മത ഐക്യവും ഓർത്തഡോക്സ് സഭയും. മത ഐക്യം ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഒരു അഭിമുഖത്തിന് സ്കോപ്പുണ്ട്. ആരെങ്കിലും ഒരാളെ ഫോൺ വിളിച്ച് മതി. KM ജോർജിനെ ഫോൺ വിളിച്ചിട്ട്, അച്ഛാ എക്യുമെനിക്കൽ ഫീൽഡിൽ ഓർത്തഡോക്സ് സഭ എന്തുമാത്രം ഡെവലപ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അശ്വിനച്ഛനുണ്ട് അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ അവിടെ ലീഡ് ചെയ്യുന്ന തിരുമേനിയാണ് UK-യുടെ സ്തേഫാനോസ് തിരുമേനിയെ വിളിച്ച് നമ്മുടെ എക്യുമെനിക്കൽ ഫീൽഡ് എങ്ങനെ നിൽക്കുന്നു, ഒരു തീസിസ് എഴുതാൻ വേണ്ടിയാണെന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റകൾ കിട്ടും. എങ്ങനെ ഇപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ എക്യുമെനിക്കൽ മത ഐക്യമാണ് വിഷയം കേട്ടോ. മത ഐക്യമാണെങ്കിലും കുഴപ്പമില്ല, അതിൽ റിസർച്ച് ചെയ്തവരുണ്ട്. യൂലിയോസ് തിരുമേനി, അപ്പുറം തിരുമേനിയൊക്കെ മതവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞത് എക്യുമെനിസമാണ് വിഷയം എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആ ബിഷപ്പുമാരെ വിളിച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ. അവരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റു മതങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട തിരുമേനിയല്ലേ എങ്ങനെ വിളിക്കുന്നു വിചാരിക്കേണ്ട. അവർ ദേ വിൽ കോപ്പറേറ്റ് ഷുവർലി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കോപ്പറേറ്റ് ചെയ്യും. പിന്നെ പടങ്ങൾ ശേഖരിക്കേണ്ടി വരും. എക്സ്പെഷ്യലി ഐക്കൺസ് ഒരു വിഷയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യത്തെ ഭയങ്കര വെറൈറ്റിയാണ് ടോപ്പിക്സ്. ഐക്കൺസ്, മലങ്കര ആരാധനയിൽ ഐക്കണുകളുടെ പ്രാധാന്യം. ഈ പറഞ്ഞ പല ദേവാലയങ്ങളിൽ ഇപ്പോഴും ഇമാനുസ് തിരുമേനിയുടെ ദേറായിൽ ഐക്കൺ വളരെ പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പുറം തിരുമേനയുടെ ഒരു ചാപ്പലുണ്ട്. അവിടെ ഒരു ഐക്കണിന് ഒരു വലിയ പ്രാധാന്യം. അങ്ങനെ പലയിടത്തും നമ്മുടെ സഭയുടെ ഒരു നമ്മുടെ ഒരു സോഴ്സ് ഓഫ് തിയോളജി ആയിട്ടാണ് ഐക്കണിനെ വെച്ചിരിക്കുന്നത്. അപ്പം ഐക്കൺ വരയ്ക്കുന്ന അച്ഛന്മാരെ ഇപ്പോൾ ഞാലിയാവൂർ താമസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഐക്കണാകുമ്പോൾ കുറേ പടങ്ങളും ആവശ്യം വരും. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ സോഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു റഫ് റിപ്പോർട്ട് ചെയ്യുക, കിട്ടിയ ഡേറ്റ എല്ലാം അറേഞ്ച് ചെയ്യുക, ഗൈഡിൻ്റെ ഏൽപ്പിച്ച് ഒരു ഗൈഡ് മേ ബി യുവർ ക്ലാസ് ടീച്ചർ ഒരു അപ്രൂവൽ മേടിക്കുക. അത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ പ്രൊസീഡ് ടു റൈറ്റ് ദ ഫൈനൽ റിപ്പോർട്ട്. ഗൈഡ് സമ്മതിച്ചാൽ. സാധാരണഗതിയിൽ ഗൈഡ് സമ്മതിക്കുന്നതിനേക്കാൾ ഉപരി ഗൈഡ് ചെയ്യുന്നത് കുറേ മോഡിഫിക്കേഷൻ കൂടെ വരും. ഒരു സിൻസിയർ ഗൈഡ് ആയിക്കുമെന്ന് പറയുകയില്ല, പോരാ. ഞാൻ 12ാം ക്ലാസ്സിലൊക്കെ ഗൈഡ് ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം മാറ്റർ കൂടുതലായിട്ട് ഇത് ഒരു പുസ്തകം വായിച്ചു തോന്നുന്നുള്ളല്ലോ, അത് പറ്റുകയില്ല, കുറേ കൂടെ വായിക്കണം, ഇന്ന പുസ്തകം കൂടെ വായിക്കുക എന്നൊക്കെ പറഞ്ഞയക്കും, ഒന്നുകൂടെ ആഡ് ചെയ്യുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഗൈഡ് പറയും, അങ്ങനെ പറയണം. ഗബ്രിയേൽ തിരുമേനി എൻ്റെ ബി ഡി തീസിസ് ഞാൻ എത്ര പ്രാവശ്യം പകർത്തി എഴുതുന്നറിയാം, മാറി മാറി എഴുതേണ്ടി വന്നു. ശരിയായ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്റ്റുഡൻസ് ഒക്കെ അറിയാറുണ്ടെന്നാണ് പറയുന്നത്. ഗൈഡ് പിന്നെയും ഡേറ്റ കളക്ട് ചെയ്യാൻ നിർബന്ധിക്കും. ഇത് നമുക്ക് ഇത് ഷോർട്ട് തിങ്, നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഗൈഡ് കുറേ മോഡിഫിക്കേഷൻസ് പറയും, അതുകൊണ്ട് അത് വീണ്ടും എഴുതേണ്ടി വരും. അങ്ങനെ ഗൈഡ് അപ്രൂവ് ചെയ്തു, ഓക്കെ യു ക്യാൻ നൗ റൈറ്റ് ദ ഫൈനൽ റിപ്പോർട്ട് എന്ന് ഗൈഡ് പറയുകയാണെങ്കിൽ പ്രൊസീഡ് ടു പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതാൻ തുടങ്ങാം. അപ്പം അതും ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയോ കൈകൊണ്ട് എഴുതുകയോ ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നു കൈകൊണ്ട് എഴുതുന്നത്, ഇപ്പം ആരോ പറഞ്ഞു ഇപ്പോഴത്തെ യുഗത്തിൽ കൈകൊണ്ട് എഴുതണമെന്ന് ആവശ്യമില്ല. ഇപ്പം രണ്ടും സൈമൺ സാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ടൈപ്പ് ചെയ്യാം, ദാറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ, ലെജിബിൾ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് മോർ ക്ലാരിറ്റി. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മിനിമം 10 പേജസ് വേണം. 10 പേജസ്, അത് ശ്രദ്ധിക്കണം. എഴുതുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ചുകൂടെ വരുമല്ലോ, ഒരു 13, 14, 15, ലെസ് ദാൻ 15 പേജസ്. ലെസ് ദാൻ ഞാൻ പറഞ്ഞ മാക്സിമം, സോറി, ഈ 10 പേജിൻ്റെ കറസ്പോണ്ടിങ് ഞാൻ പറഞ്ഞുള്ളേ ഉള്ളൂ. ഒരു കൈകൊണ്ട് എഴുതുമ്പോൾ ഒരു 15 പേജ് അങ്ങ് പോകും, അത്രയെങ്കിലും വേണം. ആരോട് ചോദിച്ചു കൂടിപ്പോയോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മുടെ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് കൂട്ടരുത്. അപ്പോൾ ഏത് റിസർച്ചിനാണ് ഇത്ര വാക്കുകൾ കൂടരുത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. നിങ്ങൾക്ക് മിനിമം 10 പേജ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരുപാടുണ്ട്. ടൈപ്പ് റിട്ടൺ ആണെങ്കിൽ 12, 13 പേജ് വരെ ആകാം. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ 15 എന്ന് ഞാൻ പറഞ്ഞു, ഒരു 15, 16, 17 വരെ ആകാം. അതിൽ കൂടുതൽ ഡിഫറൻസ് വരുത്താതിരിക്കുന്നതാണ്, ഒരുപാട് ഇലാബറേറ്റ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇലാബറേറ്റ് ആക്കുന്നത് നമുക്ക് വേറൊരു സ്റ്റഡി, ഒരു ദിവ്യബോധന സ്റ്റഡിക്കോ വല്ലതും പോകുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഒരുപാട് ഇലാബറേറ്റ് ചെയ്താൽ വാല്യൂ ചെയ്യുന്ന സാറിനൊക്കെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരുപാടങ്ങ് ഇലാബറേറ്റ് ചെയ്യണ്ട. ഓക്കെ, Sir, അപ്പോൾ ഒരു ഇതിനൊരു minute, sir, ഒരു minute. I think Gina wanted to ask a question, sir. Gina, yes, okay, okay, Yes, sir. Sir, yes. along with pictures, it should be 12, 13 pages, or without pictures, 12, 13 Oh, pages. you can include pictures also in this 12 page. You can, Okay. including pictures, you can have 12 pages, because these pictures will become part of your project report. So, including pictures, but don't use pictures of a full page. Don't use like that. ഒരു ഫുൾ പേജ് ആയിട്ട് പടം വരച്ച് വെക്കരുത്, ഒട്ടിച്ച് വെക്കരുത്. കാരണം Yes. നിങ്ങളെ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേജിൻ്റെ ഒരു ഭാഗത്തിലേ ആകാവും. ഒട്ടിക്കുകയോ ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എക്സ്പേർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് പടം ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ ഹോപ്പ് യുവർ ഡൗട്ട് ഈസ് ക്ലിയർ. ഓക്കെ, Yes. Thank you, sir. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ് ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. വീണ്ടും ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് 1 need not have any specific methodology or specific presentation style. You can use your own style of presentation. But for the project 2 is something serious, so you should having a format. If it is only 10 pages or 15 pages only, you should staple it. You should have a cover for it. It should be a ബ്യൂട്ടിഫുൾ തിങ്. അത് നല്ല സാധനമായിരിക്കണം. അത് നിങ്ങളൊരു വർക്ക് ചെയ്തതല്ലേ, അപ്പോൾ നല്ല സാധനം തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ടീച്ചറെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം നിങ്ങൾ അതിന് കോപ്പി എടുത്ത് വെക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഭാവിയിൽ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് ചെയ്ത വർക്കാണ് എന്ന് നിങ്ങൾക്കിനൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം.
cover page, project title, your name, register number. ആരാണ്ട് ചോദിച്ചു രജിസ്റ്റർ നമ്പർ ഏതാണ്? വിച്ച് ഇസ് ദിസ് രജിസ്റ്റർ നമ്പർ? യുവർ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, ഐ സപ്പോസ്. ഇസ് ഇറ്റ് നോട്ട്, Simon sir? Sir, we have not given them the exam registration number, so Yeah. they will not Yeah. have a registration number. It will only Okay. be in December, so they can leave that space, sir. Okay, Without okay. registration number, So they can you, just so register number is not given so far. Only it will be given only at the final stage in connection with the examination. So you do not write the register number. You keep the column blank. Your valuer will fill it up after receiving the register number. So you need not fill. So it is, the doubt is clear, I hope. Somebody asked like that, which is this register number? It is your examination register number, which is not available for you at present. You also keep that column blank. It will be filled by your examiner. Okay. Write down your unit, from which place you are coming, and write down the name of the guide also very legibly. That is very important. Who is your guide? Her or his name and address should be given. Actually, this is an online global Sunday school. You cannot have a signature of the guide. That is not needed. But here, we will be insisting the signature of the guide also. But you need not put that. Then there is an introduction. Then relevance of the study. Why you have selected this topic, or what is the relevance of this study at this present scenario? What is the relevance of this to the Orthodox Church or the society? So you can have a subheading like that. For that you can use 1 or 2 pages. Methodology. What methods are used by you? That is reading books, questionnaire method, making interviews with the personalities. What method you have adopted? Website reading or links were used. ആക്ച്വലി ഒരു മെത്തേഡ് അല്ല നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ പല മെത്തേഡ് ഉപയോഗിക്കും. വെബ്സൈറ്റ് നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം കുട്ടികൾ ഈ ജൻസി കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലും മൊബൈൽ ഉപയോഗിച്ചാണ്. അവർ പറയുന്നത് മൊബൈൽ എല്ലാം ഉണ്ട് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റും അതിനൊക്കെ എല്ലാത്തിനും ഇപ്പം വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി മാറ്റർ കളക്ട് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യല്ല, കളക്ട് ഐഡിയാസ് ഫ്രം ദ വെബ്സൈറ്റ്സ്. അങ്ങനെ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞില്ല, നിങ്ങൾ കളക്ട് ചെയ്യുന്ന നോട്ട് ബുക്കിനകത്ത് എഴുതി വെക്കണേ. ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. സെറാമ്പിൾ ഞങ്ങളോട് പറഞ്ഞത് വലിയ വലിയ കാർഡുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ ബുക്കിൽ നിന്ന് ഐഡിയ കിട്ടുമ്പോൾ ആ കാർഡിനകത്ത് എഴുതി ഇങ്ങനെ അടുക്കി വെക്കണമെന്നാണ് പറഞ്ഞത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നോട്ട് ബുക്ക് എടുത്തിട്ട് കിട്ടുന്ന ഐഡിയാസ് നിങ്ങൾ കളക്ട് ചെയ്യുന്ന എല്ലാം ആ ബുക്കിനകത്ത് എഴുതി വെക്കണം. ക്വസ്റ്റ്യനെയർ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെയർ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നുള്ള കാര്യം ഒരു അപ്പൻഡിക്സ് ആയിട്ട് അവസാനം ചേർത്ത് വയ്ക്കണം. ക്വസ്റ്റ്യനെയർ യൂസ്ഡ്, ഞാൻ ഉപയോഗിച്ച ചോദ്യാവലി എന്ന് പറഞ്ഞ ആ ചോദ്യങ്ങളെല്ലാം അവസാനം ചേർക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് മെത്തഡോളജിയാണ്, ഇപ്പോൾ ചോദ്യാവലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഒരു അപ്പൻഡിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതാണ് മെത്തഡോളജി. എന്നിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യണം. ഇപ്പോൾ മതവും ഓർത്തഡോക്സ് ചർച്ച നല്ല വിഷയം, മത ഐക്യവും ഓർത്തഡോക്സ് സഭയും എന്നാണ് വിഷയമെങ്കിൽ നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കി? നിങ്ങൾ ഇത്രയും ഇൻ്റർവ്യൂ നടത്തുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കി? ഇവിടെ മത ഐക്യം ഇല്ലെന്നാണ് മനസ്സിലാക്കിയത്, അതോ മത ഐക്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്? ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ച് മൈത്രിയുടെ ഒരു സഭയോടാണ് ഓർത്തഡോക്സ് ചർച്ച്. ഒസ്താദ് സിരിമേനിയൊക്കെ ഭയങ്കര മിഷണറീസ് ആയിരുന്നെങ്കിലും ഒരിക്കലും അതേ കൺവേർഷനെ പ്രോത്സാഹിപ്പിച്ചതല്ല, അങ്ങനെ നിർബന്ധമായിട്ട് കൺവേർഷനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അവരായിരിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് അവരെ നന്മ പഠിപ്പിക്കുകയും അവർക്ക് സഹായം ചെയ്യുകയാണ് ഒസ്താദ് സിരിമേനി എപ്പോഴും ചെയ്തത്. നമ്മളൊരു മിഷണറി വീരനായിരുന്നല്ലോ അദ്ദേഹം. ബട്ട് ആ സേവനം കണ്ടും ആ ഗുണഗണങ്ങൾ ആർജിച്ചും കൺവേർഷൻ നടന്നിട്ടുണ്ടെന്ന് മാത്രം. ഓർത്തഡോക്സ് സഭ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആതുരാലയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും
കൺവേർഷൻ മിനിമം നടക്കുന്നുള്ളൂ ഓർത്തഡോക്സ് ചർച്ചിൽ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയുടെ റിസൾട്ട് എന്താണെന്ന് മാത്രം നിങ്ങൾ എഴുതുക. ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റ ഒരു അനലൈസ് ചെയ്ത് നിങ്ങളേതായ, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവിടെ. ഡേറ്റ അനാലിസിസ് നിങ്ങൾ തന്നിരിക്കുന്നുണ്ട്, അതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും ചെയ്തിട്ട് എന്താണ് മനസ്സിലാക്കിയെന്ന് എഴുതുക. പിന്നെ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് ആൻഡ് സജഷൻസ്, അതായത് നിങ്ങൾ കൺവേർഷൻ ഒരുപാട് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തോന്നുകയില്ല. അഥവാ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇംപ്രഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയല്ല, പല സഭകളും ഇപ്പോൾ ഒരുപാട് കൺവേർഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ മിഷനോട് കൂടി അതുകൂടെ സംഭവിക്കേണ്ടതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഒരു സജഷൻ കൂടെ വെക്കാം. ഈ ഒരു സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് ഒരു സജഷൻ കൊടുക്കാം. ഇത് പോരാ, കൺവേർഷൻ ഉണ്ടാകണം, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങൾ കാണണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരെ, അല്ല വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കാത്ത സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനൊരു അവസരം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും കൊടുക്കണമെന്ന് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങളത് നടക്കുന്നില്ല എന്നും ഓർത്തഡോക്സ് സഭ അങ്ങനെ ഇടപെടണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യവും എഴുതാം. പക്ഷേ ഉസ്താദ് സിനിമേനി പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധിയെ കൈപിടിച്ച് കർത്താവ് സ്വർഗത്തിൽ കയറ്റിയതാണ്. അപ്പോൾ ഞാനത് ഉള്ളിൽ വിശദമാക്കുന്നില്ല. അത് കഴിഞ്ഞാൽ റെഫറൻസസ്, നിങ്ങൾ എന്തെല്ലാം പുസ്തകങ്ങൾ ഉപയോഗിച്ചു, അവിടെ ആരോ ചോദിച്ചു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതണമെന്ന് ചോദിച്ചു. ഓക്കെ, ഷുവർലി ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേരെഴുതണം. ലിങ്കുകൾ ലിങ്കിൻ്റെ പേരെഴുതണം. ബ്ലോഗ് വല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോഗിൻ്റെ ആളുടെ പേരെഴുതണം. പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകങ്ങളുടെ പേരെഴുതണം. അഭിമുഖം നടത്തിയിട്ടുണ്ടെങ്കിൽ അഭിമുഖം നടത്തിയ ആളുടെ പേരെഴുതണം. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച സോഴ്സ് എല്ലാം, ഇതൊക്കെ ആരെ എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങളുടെ ഗൈഡ് പറഞ്ഞു തരണം. അതിന് യുക്തമായൊരു ഗൈഡിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഇവിടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴും ഞാൻ തന്നെയാണോ സാറേ? ഓക്കെ, സൈമൺ സാർ, previously we are having 3 marks for organization. Okay, okay. So organization report will be having 3 marks and project will be having 7 marks. The advantage is that അതായത് ഇതാണ് നിങ്ങൾക്ക് 10 മാർക്കും കിട്ടാവുന്നൊരു സാധനമാണ്. നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടാം. ഈ സമ്മറി, ആ ആശയം നിങ്ങൾ സിൻസിയർ എഴുതിയാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാനീ പറഞ്ഞ ഫോർമാറ്റിൽ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 7 മാർക്ക് കിട്ടും. ഈ ഫോർമാറ്റിൽ ഇത്രയും സബ് ഹെഡിങ്സ് ഒക്കെ കുറയാണ്. ഞാൻ ഇവിടെ വാല്യുവേഷൻ നടക്കുമ്പം അഡ്വൈസ് ചെയ്യാറുള്ളത് 7 ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവെ പ്രോജക്റ്റ് എങ്കിൽ 7 മാർക്ക് കൊടുത്തേക്കുക എന്ന് തന്നെ ഞാനിവിടെ പറഞ്ഞു കൊടുക്കുക, വാല്യൂ ചെയ്യുന്നവരോട് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടും. സൈമൺ സാർ അതിലൊട്ടും കുറയ്ക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്കത് മാക്സിമം മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ 10 മാർക്സ്, ഇപ്പോൾ 100 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സംവിധാനമാണ് ഈ പ്രോജക്റ്റ് 1 ആൻഡ് പ്രോജക്റ്റ് 2. ഓക്കെ, നിങ്ങൾ തന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളിലുണ്ട് സാധനങ്ങൾ. അത് സൈമൺ സാർ എനിക്ക് നിങ്ങൾ തന്ന വിഷയങ്ങൾ അയച്ചു തന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് തന്നെ ഒന്ന് പേപ്പർ പ്രോജക്റ്റ് 1ൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് നിങ്ങൾ ബോധ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ടൈപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. 4 പേര് എടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ നിങ്ങൾ സമ്മതി എഴുതിയാൽ മതി. പ്രൊവൈഡഡ് യു ആർ ഗെറ്റിംഗ് 3 pages of matter from that talk. പിന്നെ വീഡിയോയിലുള്ള പോലെ തന്നെയാണ് അഡീഷണൽ പോയിന്റ് ചേർക്കാവുന്ന ആരോ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആസ് ഫാർ ആസ് പോസിബിൾ യു നീഡ് നോട്ട് ആഡ് അഡീഷണൽ പോയിന്റ്സ് ടു ദിസ് ഓറിയന്റേഷൻ project 1, this project 1. You add your own ideas to the project 2. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐഡിയകളൊക്കെ ചേർക്കാനുള്ള സജഷൻസ് ഉണ്ട്. കൺക്ലൂഷൻ നിങ്ങളുടെ ചില വിഷയങ്ങളൊക്കെ വരും. സോ യു ക്യാൻ ആഡ് ഐഡിയാസ് ദയർ. ഇവിടെ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിന് സമ്മറി നമ്മൾ ചോദിക്കുന്നത്, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലിങ്ക് ബിബ്ലിയോഗ്രാഫിൽ വേണം. ഷുവർലി ഇറ്റ് ഷുഡ് ബി ഗിവൺ. പിന്നെ ഈ 12 ക്വസ്റ്റ്യൻ തന്നെ ക്യാൻ ഐ സെലക്ട് അനദർ ടോപ്പിക് എന്ന് ചോദിച്ചിരിക്കുന്നു. സൈമൺ സാറിനോട് ചോദ്യമായിരിക്കും. പക്ഷേ ഈ 12 ടോപ്പിക്ക് തന്ന സ്ഥിതിക്ക് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ യു അഡെയർ ടു ദോസ് 12 ടോപ്പിക്സ്. ഇത്ര തന്നില്ലേ? കഴിഞ്ഞ നമുക്ക് 9 10 വേണം, ഇപ്പം 12 തന്നു. അപ്പോൾ അതിൽ തന്നെ സ്ട്രിക്റ്റ് ഓൺ അതിനല്ലേ തരുന്നത്. ഒരു ഡിസിപ്ലിൻ വേണമല്ലോ. അതാണ് സൈമൺ സാർ ഉദ്ദേശിക്കുന്നത്. അതിനാണ് സാറ് 12, സാറ് 30 ഉണ്ടാക്കിയിട്ടാണ് എന്നെ കാണിച്ചത്. ആദ്യം 30 വിഷയങ്ങൾ എന്നെ എനിക്ക് അയച്ചു തന്നു ആദ്യം. അപ്പോൾ അതിന് സാറ് 12 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നപ്പോൾ യു അഡെയർ ടു ദോസ് 12 ടോപ്പിക്സ്. അതിൽ മതി, തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ചില താല്പര്യങ്ങളൊക്കെ ചില കൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആരോ അതിനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ബട്ട് യു സ്ട്രിക്റ്റ് ഓൺ ടു ദിസ്. പക്ഷേ ആരോ അതിനോട് ചോദിച്ചൊരു എക്സാമ്പിൾ ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും
ആഡ് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും ആ ആളിനെ കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹാൻഡ് റിട്ടൺ കാര്യം ഇഷ്ടം പോലെ ഇംഗ്ലീഷ് ഓറിയൻറ്റഡ്, ഐ തിങ്ക് ഇംഗ്ലീഷ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഈസ് ഓൾസോ ഗിവൺ ടു യു ആസ് വൺ. Yes, sir. Correct, sir. രണ്ട് മലയാളം ഉണ്ട് സർ ദിസ് ടൈം. ഉണ്ട്. ഓക്കെ. ഇംഗ്ലീഷ് ഓറിയന്റേഷൻ ഇസ് ഓൾസോ ഗിവൺ. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ കാരണം നേരത്തെ ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചു. ബട്ട് സൈമൺ ഹാസ് ഗിവൺ ഇൻ ഇംഗ്ലീഷ് ഓറിയന്റേഷൻ ഓൾസോ. സാർ 1 or 2 English? Sorry, sir. So anyway, you are getting English orientation class also, so you can use that. About the video recording, distributing the video recording and posting in the group, that is left to Simon sir or Sherry sir. Okay. I think now you can ask questions. If any doubts to be clarified, you can ask questions. And then ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Sir, if you could just come out of the presentation, sir, so they can see you clearly. Okay. Yeah. Okay. Okay, we'll open now to Q&A. Please ask your doubts. The forum is for question and answers. So, yeah, Mrs. Julie Sarah from Diploma A, you can. Yeah, sir, ഈ ചില പള്ളികളിൽ റെഫറൻസ് ബുക്സ് കുറവാ. അതിനെന്ത് ചെയ്യും? Is there any websites that can help or? പള്ളിയിൽ റെഫറൻസ് ബുക്സ് കുറവാന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൈഡ് നിങ്ങൾ പറഞ്ഞുതരും. പള്ളി റെഫറൻസ് ബുക്സ് കുറവുണ്ട്, പക്ഷെ അത് ഓൺലൈൻ മാറ്റർ ഉണ്ടാവും. നിങ്ങളുടെ അധ്യാപകരുടെ ആരെങ്കിലും കയ്യിൽ മാറ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാന്നുള്ളത് ഗൈഡിന്റെ സഹായത്തോടുകൂടി ചെയ്യാന്നുള്ളത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ആൾ എവിടെ നിന്നുള്ള ആളാണ്? അബുദാബിയാണ്. അവിടെ പള്ളികളിൽ റെഫറൻസ് കുറയാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് റെഫറൻസ് കിട്ടണമെന്നില്ല. പക്ഷേ ഈ പല ബുക്കുകളുടെയും PDF കോപ്പികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ആവശ്യപ്പെട്ടാൽ PDF ഒക്കെ തന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നാട്ടിലേക്ക് ആവശ്യപ്പെട്ട് വേണ്ടപ്പെട്ടവരോട് അതിൻ്റെ കോപ്പി എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരാൻ പറയുക. അതിപ്പോൾ നമുക്ക് അവിടെ പുസ്തകം അവൈലബിൾ അല്ലെങ്കിൽ, പക്ഷേ യുവർ ഗൈഡ് ക്യാൻ ഹെൽപ്പ് യു ഇൻ ദിസ് ആസ്പെക്ട്. Okay, thank you, sir. Okay. സാർ, ഒരു എക്സാമ്പിൾ കിട്ടാൻ മാർഗമുണ്ടോ? എന്തെങ്കിലും മോഡൽ 2 പ്രോജക്റ്റിന്റെയും നേരത്തെ ആരെങ്കിലും റീസെന്റ് ചെയ്തിട്ടുള്ള ഷുവർലി ആദ്യത്തെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ ഫോർമാറ്റ്. നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് അതിന്റെ സമ്മറി അങ്ങ് എഴുതി കൊടുത്താൽ മതി. ടോപ്പിക്കിന്റെ ഹെഡ് എഴുതിയിട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ സമ്മറി. യു നീഡ് നോട്ട് ബോദർ അബൌട്ട് ദ ടോപ്പിക് അറ്റ് ഓൾ, സ്ട്രക്ചർ അറ്റ് ഓൾ വേണ്ട. പക്ഷെ പ്രോജക്ട് 2-ന് തരാൻ ഒരു പക്ഷേ സൈമൺ സാർ തന്നേക്കും. സൈമൺ സാർ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ we will give you a sample, 3 samples of project 1, 3 samples of project 2 with Malayalam and English. So hopefully it will give you a guidance. Okay. Thank you. That is possible. Okay. There is one question on the chat. I am doing the course in Malayalam. Can I submit the project and report in English? Surely. You can write in Malayalam. All options are there. You can write in Malayalam, write in English, you can type it, or you can have it handwritten. Sir, Malayalam. Sorry, sir. Yeah. Sir, Malayalam project എഴുതുന്നവർക്ക് ഹെഡിങ് ഒക്കെ മലയാളം തന്നെ മലയാളം മതി. എവരിതിങ് ഈസ് ഇൻ മലയാളം. എല്ലാം മലയാളത്തിൽ മതി. ഇൻട്രഡക്ഷൻ ആൻഡ് അവിടെ ആ മുഖം എഴുതിയാൽ മതി. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഉപയോഗിച്ച റെഫറൻസ് ബുക്സിന് പകരം എന്താ പിന്നെ അവസാനം റെഫറൻസ് എഴുതുമ്പോൾ ബുക്കുകളുടെ പേരൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ വേണ്ടി വരും. ഹെഡിങ് ബിബ്ലിയോഗ്രാഫി, ഗ്രന്ഥ സൂചിക എന്നൊക്കെ എഴുതാം. എന്നൊക്കെ എഴുതാം. പക്ഷേ ഹെഡിങ്സ് എല്ലാം മലയാളത്തിൽ. എവരി മാറ്റർ ഈസ് ഇൻ മലയാളം. ദാറ്റ് വിൽ ഡു. സ്പീച്ച് കേട്ടാൽ അതിന്റെ റെഫറൻസ് എങ്ങനെ എഴുതുന്നത്? എന്തോ പാഠം സ്പീച്ച് എഴുതാൻ പറ്റില്ല. പ്രോജക്ട് 1-നെ കുറിച്ചല്ലേ പറയുന്നേ? അല്ല സാർ, എന്തോ പ്രോജക്ട് 2-നെ കുറിച്ചാ പറയണേ.
ഈ സ്പീച്ച് കേട്ടാന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഈ അല്ല, ക്ലാസ്സിന്റെ കാര്യം. ആരെങ്കിലും ആ സബ്ജക്റ്റിനെ കുറിച്ച് നെറ്റിൽ Okay. Such talks are very relevant and useful also. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരുടെ ടോക്കാണ് റെഫറൻസ് എഴുതിയാൽ മതി. ആരുടെ ടോക്കാണ് നിങ്ങൾ കേട്ട റെഫറൻസ് എഴുതണം. നിങ്ങൾ കേട്ടോണ്ട് അതിന്റെ സമ്മറി എഴുതി എടുക്കാൻ വേണം. ആ ടോക്കിനകത്തുള്ള അതുപോലെ തന്നെ സർ ചാറ്റ് നമുക്ക് ചോദിക്കരുതോ? ചാറ്റ് പിന്നീട് ചോദിക്കാം. ഇപ്പോഴത്തെ കാലത്തൊന്നും ഒഴിക്കെ ചോദിക്കുന്നതെന്ന് പറയാനൊന്നും പറ്റത്തില്ല. സാർ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ സാറിന്റെ സ്പീച്ചാ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സാറിന്റെ പേരെഴുതണം, അങ്ങനല്ലേ? അതെ. കാരണം വാല്യൂ നിനക്ക് അറിയണമല്ലോ ഏത് മാറ്റാണ് എടുത്തിരിക്കുന്നത്, എങ്കിലേ വാല്യൂ സമ്മറി നോക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ എഴുതണം അല്ലേ? ലിങ്ക് എഴുതണമെന്ന് പോകുന്നില്ല. ഇവിടെ ഈ കേസിൽ പേരെഴുതിയാൽ മതി. Prashant, sorry, 1 minute. One minute, Prashant. There is somebody raised their hands. Yeah, Mary Jisha, please, over to you. Unmute, yeah. First of all, good evening, sir. Good evening. I just wanted to ask that if we are including, as you said, in the questionnaire, the questions will be included. And we have to mention that in the appendix, in the end of the project. So how many questions should be there approximately in the questionnaire? As far as the scope of your project is concerned, you can limit it to 10 or 5. That will do. This is a short work. When I was using it, I gave 100 questions. That is a research. It was a work for doctorate. But you need only give 5 to 10 questions. That will do. Thank you, sir. Okay. Yeah, next question, Sumi Thomas. She had raised the hands. Sumi Thomas. Unmute, yeah. Good evening, sir. Yeah. Good evening. Sir, thank you for your presentation. I just wanted to ask you, this guide, it's compulsory or like we can... As far as our thesis is concerned, a guide is compulsory. You have got class teacher, your teachers are there, your priest is there. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു ഗൈഡിന് നമുക്ക് സൂപ്പർവൈസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതാണോ ഇത്? അല്ല, നിങ്ങളിത് വെറുതെ മുമ്പേ ഒരാൾ ചാറ്റ് GPT കാര്യം പറഞ്ഞല്ലോ. ചാറ്റ് GPTക്ക് ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് തരാൻ പറഞ്ഞാലുണ്ടല്ലോ, മനോഹരമായിട്ട് പുള്ളിങ്ങ് തരും. പക്ഷെ ഗൈഡ് ഈസ് saying that this is a genuine work done by Sumi. That is the problem. Okay, sir. Okay. Thank you so much, sir. Okay. Sure. Yeah, next question, Prashant. Next question. Yeah, thanks. Thank you, sir. ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഓഗസ്റ്റ് 31st ആണ് പ്രൊജക്ട് ഡെഡ് ലൈൻ. From synopsis deadline അങ്ങനെ വല്ലതും ഉണ്ടോ സ്പെസിഫിക് ആയിട്ട്? ഇല്ല. No deadline for synopsis. That depends on yourselves and your guide. നിങ്ങൾ തമ്മിലൊരു ധാരണ എത്തിയാൽ മതി. 31st കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെ ഒരു ജൂലൈ അവസാനത്തേക്ക് എനിക്ക് തരണം എന്നൊക്കെ ഗൈഡ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 10 തരണം എന്ന് പറയുമ്പോൾ that is understanding between the guide and the student. That's all. അതിന് ഡെഡ്ലൈൻ. Yeah, before there's a chat, one question on it. Can more than one student form a group with 2 or more students and submit their report? No, sir. There's no option for that. Complicated situation, but in this case, group studies can be allowed. Surely, group studies are possible. If 3 persons are interested in one topic, they can have a group study that will help us to get more ideas and matter collection. So that can be done. But you write your thesis, project report independently. That's all. So the guide will be the same person, but you write the project report independently. Thank you, sir. Or else it will be difficult to value. One person is given 10 marks, the other person we cannot reduce mark. So the writing should be your own. You can do the project as a joint effort. No problem. Thank you, sir. Shali from Trivandrum.
Diplomacy. Over to you. Thank you, Simon, sir. Good evening, sir. Cherian, Yes, sir. yeah, good evening. Yeah. I just want to clear about the methodology. The methodology we are applying. There are two methods actually, qualitative and quantitative methods. Yeah. So, yeah. The one which you were talking about was questionnaire and analysis of the questionnaire. That comes in quantitative. Oh, yeah. Yeah. So I have almost done the project. So I have used the qualitative method in which Achan is there already, our parish priest. I have discussed with him. And I have referred so many books and websites and all. I have prepared in a method like objectives are created and then their study and all are done. That qualitative method will do. Of course, I have suggested that option also. That quantitative questionnaire, etc., that is other methodology. You can use that methodology. You are referring to books. Okay. Okay. That is a good methodology. It's one methodology. Yeah, I'm also taken as a guide our parish priest, and I'm discussing with him also. I have sent to him. Yeah. Oh, that is your methodology is very correct. And what you have done is also very correct. That's what I was asking, like whether we want to prepare the questionnaire actually. You are having constant connection with the guide and discussion with the guide and writing the matter in discussion with the guide. That is the correct method. Yeah. Yes. The priest is Thank you. sincere person. That is the reason. Yeah. Okay. Thank you. Thank you, Shari. Thank you, sir. Next question, Alina Vinod from Diploma A. Alina. Good evening, sir. So I just want to ask, we'll be referring books and interviews and everything, right? So other than maybe some wording said by a priest or maybe some sentence from a book, we can just write our project and then the references can be given at the end, right? Because it won't be practical to refer everything within the project matter that we'd be writing. Or should we mention where we have taken while we are writing the project matter itself? Pardon, will you repeat the question? നമ്മൾ പല റെഫറൻസ് ഉപയോഗിച്ചായിരിക്കില്ല കണ്ടന്റ് എഴുതുന്നത്. അപ്പൊ ആ കണ്ടന്റിനുള്ളിൽ തന്നെ നമ്മൾ എവിടെ നിന്ന് റെഫർ ചെയ്തിട്ടാണെന്നുള്ളത് എഴുതണോ അതോ ജസ്റ്റ് എൻഡിൽ റെഫറൻസസ് എഴുതിയാണോ? നിങ്ങളുടെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് എൻഡിൽ റെഫറൻസ് എല്ലാം കൂടെ കൊടുത്താൽ മതി. എന്നാൽ സാധാരണ തീസിസ് എഴുതുമ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ താഴെ നമ്മൾ റെഫറൻസ് കൊടുക്കും, അതിന്റെ നമ്പർ ഇട്ട് റെഫറൻസ് കൊടുക്കും. പക്ഷെ നിങ്ങളുടെ കേസിൽ അങ്ങനെ വേണ്ട, അവസാനം ബൈബിളിയോഗ്രാഫി എഴുതിയാൽ മതി, എല്ലാം ഒരുമിച്ച് എഴുതിയാൽ മതി. Thank you. Thank you. Next question, Ashley Mary. Diploma. Sir. Sir, ആക്ച്വലി എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഗൈഡിനെ സെലക്ട് ചെയ്യുന്നത് OGSന്റെ ഏതെങ്കിലും ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആവണമെന്നുണ്ടോ, അത് സഭയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും സെലക്ട് ചെയ്താൽ മതി. That will do. Okay. Thanks. Okay. Okay, on chat, how to submit the projects? Sir, can I take this question, sir? How to submit the projects? That's a doubt on chat. How to submit means you can. I think how to submit it to the teacher. I think that is what I hope. Yes. Or is the question if it can be submitted online? Is it Lindsay Bangalore? Can you clarify this? How to submit the projects? What did you mean? Hello. Is it through PDF format or how should we submit? PDF format. Typewritten PDF format. Okay, thank you. Okay, right. There's a repetition question where you please clarify who all can choose as a guide. I thought that got clarified. It's already mentioned. Can we take the help of AI, ChatGPT? All that is fine. Help can be obtained from ChatGPT. Next question is, can we use Word or PowerPoint for project 1-2?
PowerPoint use ചെയ്യാം. PowerPoint use where? In a presentation format. I think that is what I think. Oh, okay. But project reports are not usually in presentation methodology. In a talk or speech, you can use that method. But in a project report, I have presented a methodology. Your style also should suit that methodology. It may not be exactly the same, but it should suit that methodology. Project methodology is not suitable for this short thesis. So the next question is, what should be the unit name be there? This is basically, you can write your diploma, for example, name, diploma AB, because OGOS has diploma A, diploma B, diploma C. Write the class teacher's name, write the project name, project 1, project 2, you have to write that. And you can write your, because we are spread all across the world, you can write your native parish from where you are representing. So that kind of gives a background to the with the place. With the place from where you're joining from. Yeah. Where question under questionnaires and interviews may not be relevant for all topics. Is it compulsory? Pardon, sir? Question? They're saying questionnaires and interviews may not be relevant for all topics. No. Questionnaires and interviews are not compulsory. They will not be relevant to certain topics. Only use questionnaires or interviews wherever they become relevant. Only thing that is one of the methodologies. That is all. It is not compulsory. Thank you, sir. Okay, next question is, can we do literature review as well? Literature review can be done. That means you are using literatures. You are using books. So literature review means the project cannot be a literature book review. That cannot be done. But can take ideas from books. That's all. A project cannot be a book review. You are given so many topics here. Current topics വന്നിട്ടില്ലേ? അപ്പൊ അതെടുക്കുമ്പോൾ ബുക്ക് റിവ്യൂ ആകുകയല്ലോ. അത് ഒരു ബുക്കിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പരിപാടിയല്ലേ? Thank you, sir. Next question is regarding the eligibility of the guide. Any specific thing is needed? I have told you, I can be a teacher of the OGOSS. I can be a priest, and any person known to Simon Sir, approved in the Orthodox Church, can be done. That is, the coordinators and class teacher should be aware of the personality of that guide. That's all. Okay, sir. Thank you, sir. And hard copy is needed at all? Yeah, it's not hard copy because we are going on online. So it's online. Soft copies, you will have to make a PDF and then share it to your teacher once all your clarifications and final report can be submitted with all. Okay. So one more question. Excuse me, one more question. Just to ask, like, do we have to get a certification from the guide? I have told you, certification is not compulsory in our case. Actually, that should be done, but you write legibly the name and address of the guide. Certification of the guide may not be able to send you a certificate, etc. So that is not needed. You write the, if any inquiry is needed from the address and the name of the guide, the class teacher can contact him. Okay. That means contact number has to be given. That is good. That's good. Contact number is good, so that the class teacher can contact if necessary. Okay. Sir, one doubt. Yeah, please go ahead. Project 1 ഉം Project 2 ഉള്ളതിൽ Project 1 ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മലയാളത്തിലും Project 2 ഇംഗ്ലീഷിലും അങ്ങനെ ചെയ്യാമോ? ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ചെയ്യാം. Yes, sir. Thank you. പ്രശ്നമൊന്നുമില്ല. Any other questions? One observation, sir. One observation to all the students.
This is the fourth orientation class here we are doing, and this has been a fabulous, very, enthusiastic set of students. The kind of questions all of you are asking were phenomenal, and it shows you enthusiasm. So it was nice to see. This is the fourth year running for us, conducting this course, conducting this orientation. I am very happy that so many questions were presented. And the That shows the enthusiasm of the participants. Enthusiasm and passion was there also. Yeah. Over to Sarah Saju Niranam. Yeah, sir, one thing I want to ask you. ഇപ്പൊ എല്ലാവരും സമ്മറി നമ്മുടെ ടീച്ചറിന് പർട്ടിക്കുലർ ടീച്ചറിന് അയച്ചു കൊടുത്തിട്ട് ഈ ഫൈനൽ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊരു ഡൗട്ട് എനിക്ക്. ഗൈഡ് എന്ന് പറയുന്ന ആൾ അല്ലേ? No, not guide, sir. The teacher you said only class teacher. ഇപ്പം we have so many students. എല്ലാവരും ഇപ്പൊ സമ്മറി ടീച്ചറിന് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഫൈനൽ ചെയ്യാവോ എന്നൊരു ഡൗട്ട് ഞാൻ ചോദിച്ചു. സൈമൺ സാറേ, class teacher through class teacher അല്ലേ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും? Yes, sir. I think Jessie ma'am will be the most difficult. Ma'am, what do you think, ma'am? Ma'am, is it possible that possible ആണോ എന്നാ? Jessie ma'am, you want to answer this, ma'am, because ma'am has the maximum number of students. But Joji ma'am and Philip sir, there'll be no problem. Jessie ma'am. I'll also have no problem. You can send it anytime. I'm always online. Okay, that is okay. Okay, sir. Thank you. So all students of Diploma A, you can send a concise summary or kind of synopsis to sample ഇടുവായിരുന്നു ഉപകാരമായിരുന്നു. പ്രോജക്റ്റ് 2 സാമ്പിൾ തരാൻ സൈമൺ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. Yes. Project 1, Project 2, Malayalam, English. Okay, thank you, sir. Any other questions? I presume, any questions? So I assume all the doubts have been clarified, but you still have your respective class teachers to clarify. Don't worry, this is the fourth year we are doing this project. Sir, sorry, sir. Already project 2 start ചെയ്തു എഴുതാന്. പക്ഷെ സിനോപ്സിസ് ഒന്നും വിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ജെസി മാമിന്റെ മെസ്സേജ് അയച്ചാൽ മതി. പ്രോജക്ട് 1 ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. പക്ഷെ 4 പേരുടെ സ്പീക്കേഴ്സിന്റെ ഇട്ടായിരുന്നു എഴുതി. അത് കുഴപ്പമില്ല, പ്രോബ്ലം. ഇത് ഒരാളെ മതിയെന്ന് പറഞ്ഞൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തതാണ്. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് 4 പേരുടെയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4 പേരുടെ എഴുതാനാ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞ 4 പേരുടെ എഴുതാനാണ് പറഞ്ഞത്. പക്ഷേ ഒരാളെ കാരണം ഒത്തിരി ക്വാണ്ടിറ്റി കൂടുതലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. 4 പേരുടെ എഴുതുക ഏറ്റവും നല്ല കാര്യം. താങ്ക് യു സർ. ഒരാളുടെ മതി. എഫർട്ട് കുറയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. Okay. Thank you. And now may I request one of the students, Mr. Shabu Matthew, who's been the Maha Edavaga Sunday School of Kuwait as the Sunday School secretary. He's recently, about a few years back, he moved to US, and he's a Diploma B student completing the course for this Veda Praveen. May I request Mr. Sabu Matthew to give the vote of thanks on behalf of all the students. Thank you, Simon sir. Thank you so much. It's a real short notice. Anyway, first of all, I thank Almighty God for this wonderful session what we had today. Especially special thanks to Diploma A teacher, Professor Jessie Abraham, for the opening prayer. Thank you so much. And also our key speaker of today, Professor Dr. Cherian Thomas. As Simon sir said, he is the pillar of our Sabha. Indeed, he is the pillar of our Sabha. Yeah. He is teaching all our next generation, our shepherds of our church. That is the Orthodox Theological Seminary in Kottayam. He is taking care of that. Also, I understand that he is taking part in central organizer of Divya Bodhnam also, and a leadership in Federated Faculty for Research in Religion and Culture. Yeah, very interesting. Thank you so much, Dr. Cherian Thomas, sir,
for your valuable time. I know we are all in different time zone actually. Nangal ipal pagal samema out at night. Already I can see some people are like becoming restless. So I don't want to extend more. Like we had 177 people actually earlier participated. Yeah. Yes, sir. Thank you so much, sir, for your excellent time for preparing that PowerPoint and clarifying everything. Actually, there were several doubts, പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ ഈ പ്രോജക്റ്റ് വിഷയത്തിൽ. So that has been really clarified with your PowerPoint presentation, and also all those valuable questions. നമ്മുടെ ഈ question and answer sessionil കുറെ പേർ നല്ല quality questions are ചോദിച്ചത്. Like it was really done. So all that got clarified. Thank you so much. And also thank you all the teachers and the students who are taking part over here right now. Thank you so much for your presence. It's really appreciated. And a big thank to the OGS's team, especially Thomas Simon sir. Simon sir, 24/7. I thought it's his job. Like it's like a full-time job. He's doing this. Every time I open the WhatsApp, starting messages flooded. I really, OGS is really blessed to have Simon sir in leadership. And also his team is also excellent. Team, talented professionals are all pala countries. So thank you so much, Simon sir, and for your team for this excellent, wonderful thing what you all are doing, really. And thanks again to everyone for your time. Thank you, sir. Thank you for the kind words. It's God's providence, I think, and it's an amazing opportunity for all of us on behalf of OGSS to be able to be of great help to build the body of church. With this, we are coming to the close of our very interesting and very vibrant class. Any closing remarks, sir? Otherwise, we could, Chirian sir. No. I'm very happy about the questions asked. I mean, that shows the sincerity of the OGSS students. I was very happy. If a talk is successful, that is proved by the questions at the end. At many places, when after talk, when it is open for questions, nobody will say anything. So we will be disheartened by that. But when questions are coming, we will be happy. So I am thankful to the participants actually. Thank you. And with this, we are closing the session. Just a request, just an information. Next 1 month is vacation. Primarily, we left this for your project. And the next class is on 1st of August, which is the first Saturday of the month. So we will rejoin for your regular classes on 1st. But your deadline for both the projects is on 31st of August. So make sure that you utilize both these months coming up, and because these marks are is necessary and mandatory for your final certification too. So please take it with utmost seriousness. Thank you all for your time and valuable participation. Thank you. Thank you, sir. Thank you so much. God bless you. Thank you. Thank you, sir.